ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമുക്ക് +2 മാത്തമാറ്റിക്സിലെ മെട്രിക്സസ് എന്ന ചാപ്റ്ററിലേക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബോർഡ് എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് നമുക്ക് ഈ ചാപ്റ്ററിനകത്തെ ഒരു ഇമ്പോർട്ടൻസ്, അത് ഏതൊക്കെ മേഖലകളിലുണ്ട് എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. മെയിൻ ആയിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടത് മെട്രിക്സസിനകത്തെ ടൈപ്സ് ഓഫ് മെട്രിക്സസിനെ കുറിച്ചാണ്. ടൈപ്സ് ഓഫ് മെട്രിസസ് അല്ലെ. അപ്പൊ ടൈപ്സ് ഓഫ് മെട്രിസസിനകത്ത് വരുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ഇമ്പോർട്ടൻസ് ആയിട്ട് ഓർക്കണം. അത് നമുക്ക് ഒബ്ജക്റ്റീവായിട്ടും സബ്ജക്റ്റീവായിട്ടും ക്വസ്റ്റ്യൻസ് ഇപ്പൊ വരുന്നതുകൊണ്ട് അതിൽ നിന്ന് നമുക്ക് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് വരാം, സബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് വരത്തില്ല, എന്നാൽ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെയാണ് നമുക്ക് മെട്രിക്സിനകത്ത് വരുന്ന അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടൊരു പാർട്ടാണ് ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് എന്ന് പറയുന്നത്. ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സസ്. ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സസ് നമുക്കറിയാം, ഇന്റർചേഞ്ചിങ് the rows and columns, interchanging the rows and columns, that is transpose of a matrix and their properties is very important. And then the next part is symmetric and skew symmetric matrices. Symmetric and skew symmetric matrices. But A transpose is equal to A എന്ന് പറയുന്നത് സിമെട്രിക്കും A transpose is equal to minus A എന്ന് പറയുന്നത് സ്ക്യൂ സിമെട്രിക്കുമാണ്. അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് സാധാരണ രീതിയിൽ നമുക്ക് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടന്റ് ആയിട്ട് മെട്രിക്സിനകത്ത് നിന്ന് വരുന്ന നമുക്ക് ഏതാനും ക്വസ്റ്റ്യൻസ് ഒന്ന് പരിചയപ്പെടാം. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു നോക്കുക. ഈ ഫോർ ദ മെട്രിക്സ് എ ഇസ് ഈക്വൽ ടു മെട്രിക്സ് ടാൻ എക്സ് 1 -1 ടാൻ എക്സ്, then A plus A transpose is equal to 2√3i, then the value of x belongs to 0 π/2 ഉണ്ടോ. അപ്പൊ എക്സിന്റെ വാല്യൂ 0ക്കും π/2 ഇടയ്ക്ക് വരുന്ന എക്സിന്റെ വാല്യൂസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതൊരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം നമ്മുടെ ബോർഡ് എക്സാമിന് ഇപ്പം മൾട്ടിപ്പിൾ ചോയ്സ് ആൻഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലെ. ബോർഡ് എക്സാമിന് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കുന്നതാണ്. അപ്പൊ ഇതെങ്ങനെ നമുക്ക് നോക്കാം. ഇവിടെ തന്നിരിക്കുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പോയിന്റ് ഇതില് നമ്മൾ ഉദ്ദേശിക്കുന്നത് നോക്കുക, A plus A transpose is equal to 2√3i ആണ്. A plus A transpose is equal to 2√3i. A plus A transpose is equal to 2√3i. അപ്പൊ ഇവിടെ A തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം A transpose എന്ന് പറഞ്ഞാൽ what do you mean? A transpose. A transpose interchanging the rows and columns, that is transpose. Tan x 1 -1 tan x, അതിന്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ നമുക്കറിയാം tan x -1 1 tan x, അതായത് കോളത്തെ നമ്മൾ റോ ആക്കി എഴുതി. അപ്പൊ A transpose is equal to tan x -1 1 tan x എന്നായി അല്ലെ. സോ ഇത് ഗിവൺ ക്വസ്റ്റ്യൻ, നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ അകത്ത് A plus A transpose is equal to 2√3i എന്നാണ്. ഇതൊരു സെക്കൻഡ് ഓർഡർ മെട്രിക്സ് ആയതുകൊണ്ട് 2√3i എന്ന് പറയുമ്പോൾ ഐയുടെ ഓർഡർ എന്ന് പറയുന്നത് 2/2 ആണ്. That means 2/2 identity matrix, that is 1 0 0 1 അല്ലെ. 2/3 identity matrix എന്ന് പറയുന്നത് 1 0 0 1 ആണ്. അപ്പൊ അതനുസരിച്ച് നമുക്ക് A plus A transpose is equal to 2√3i. A plus A transpose is equal to 2√3i. Now this one, A is matrix tan x 1 -1 tan x plus A transpose. A transpose means നമ്മൾ കണ്ടുപിടിച്ചു tan x -1 1 tan x. Okay, so this is equal to 2√3i. 2√3i. But 2√3 into i, 2√3 into i 1 0 0 1. 2√3 is a scalar. ആ 2√3 വെച്ച് 1 0 0 1നെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. So we get 2√3 0 0 2√3. Okay. ഓക്കെ, നമുക്കറിയാം ഇതിനകത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇവിടെ 1 + -1 0 ആണ്. അങ്ങനെയാണെങ്കിൽ tan x plus tan x എന്ന് പറഞ്ഞ 2 tan x വരും അല്ലെ. എക്സിന്റെ വാല്യൂ കാണണമെങ്കിൽ tan x എന്നല്ലേ പറ്റത്തുള്ളൂ. അപ്പൊ 2 tan x is equal to എന്ന് പറയുന്നത് 2√3 ആണ്. 2√3 ഈക്വൽ ആണ്. കാരണം രണ്ട് മെട്രിക്സ് തമ്മിൽ ആഡ് ചെയ്തിട്ട് ഇക്വേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? മെട്രിക്സ് നമ്മൾ ഇക്വേറ്റ് ചെയ്യണമെങ്കിൽ മെട്രിക്സിന്റെ ഓർഡർ സെയിം ആയിരിക്കണം. നിങ്ങൾക്ക് കറസ്പോണ്ടിങ് എലമെന്റ്സ് തമ്മിൽ നമുക്ക് ഇക്വേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ 2 tan x is equal to 2√3 ആണെങ്കിൽ tan x
ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ √3 എന്ന് കിട്ടും കേട്ടോ. √3 എന്ന് പറയുന്നത് നമുക്കറിയാം ടാനിന്റെ ഏത് വാല്യൂവിനാണ് √3 വരുന്നത്. അപ്പം എക്സ് ഇസ് ഈക്വൽ ടു π/3. എസ് ഇസ് ഈക്വൽ ടു π/3. ദാറ്റ് ഈസ് 60 ഡിഗ്രിക്കാണ് √3 എന്ന് പറയുന്നത്. അപ്പൊ അത് കൺഫ്യൂഷൻ വേണ്ട. എക്സ് ഇസ് ഈക്വൽ ടു π/3 നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടുകയും ചെയ്യും. സോ ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ, π/3. അപ്പൊ നമ്മളിതൊരു എക്സ്ട്രാ, ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് കറക്റ്റ് ആയിട്ട് പറയുന്ന ഒരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് നമുക്ക് ആൻസർ ചെയ്താൽ മതി. പക്ഷെ നമ്മളിത് എക്സ്പാൻഡ് ചെയ്ത് കറക്റ്റ് ആയിട്ട് പറയുന്നത് നമുക്കിത് ഒബ്ജക്റ്റീവും ഷോർട്ട് ആൻസറും ഒക്കെ ആയിട്ട് നമുക്ക് വരാവുന്നതാണ്. അപ്പൊ നമുക്ക് ഒബ്ജക്റ്റീവ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് നോക്കുമ്പോൾ ഇതിൽ നിന്ന് തന്നെ വേഗം നമുക്ക് പറയാൻ പറ്റണം. tan x1 - 1 tan x പ്ലസ് ട്രാൻസ്പോസ് എടുക്കുക, ബാക്കി 0 ആയി പോകും. 2 tan x is equal to 2 √3. So 2 and 2 are cancelled. Tan x is equal to √3. √3യുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എക്സിന് ഏത് വാല്യൂ കിട്ടുന്നതാണ്? 60 ഡിഗ്രി. ദാറ്റ് മീൻസ് π/3 എന്ന് പറയും. അങ്ങനെ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, ആൻഡ് സീ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് വരാം. സോ ദ നെക്സ്റ്റ് വൺ, if the sum of all the elements of a 3/3 scalar matrix is 9, the sum of all the elements of a 3/3 scalar matrix is 9, then the product of all its element is, ഉണ്ടോ? അതായത് ഇത് സം ഓഫ് ഓൾ ദ എലമെന്റ്സ് ഓഫ് എ 3/3 സ്കെയിലാർ മെട്രിക്സ് ഇസ് 9 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ എലമെന്റ്സിന്റെയും കൂടെ സം 9 ആണ് എന്നാണ് അർത്ഥം. അങ്ങനെയാണെങ്കിൽ ആ സ്കെയിലാർ മെട്രിക്സ് എന്തായിരിക്കും? ഒരു സംശയം വേണ്ട. നമുക്ക് എങ്ങനെ എഴുതാം ആ സ്കെയിലാർ മെട്രിക്സിനെ? 3 0 0 0 3 0 0 0 3 ഉണ്ടോ? നോക്കിക്കേ, ഇതിന്റെ സം എന്ന് പറയുന്നത് 9 അല്ലേ? ഓക്കെ, ദിസ് സം ഈസ് ഈക്വൽ ടു 9. ഓൾ ദ എലമെന്റ്സ് സം ഈസ് ഈക്വൽ ടു 9. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ എല്ലാ എലമെന്റിന്റെ പ്രോഡക്റ്റ് എന്തായിരിക്കും? പ്രോഡക്റ്റ് ഓഫ് ഓൾ എലമെന്റ്സ്. ഇതിന്റെ പ്രോഡക്റ്റ് ഓഫ് ഓൾ എലമെന്റ്സ് എന്തായിരിക്കും? പ്രോഡക്റ്റ് ഓഫ് ഓൾ എലമെന്റ്സ് ഈസ് ഈക്വൽ ടു 0. ഒരു ഡൗട്ടും വേണ്ട, കാരണം 0 വന്നിട്ടുണ്ടല്ലോ അല്ലെ? 0 ആ മെട്രിക്സിനകത്ത് വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ എല്ലാ എലമെന്റ്സിന്റെ പ്രോഡക്റ്റ് 0 ആയിരിക്കും. സം എന്ന് പറയുന്നത് സ്കെയിലാർ ഉണ്ടോ? നമ്മുടെ മെയിൻ ഡയഗണൽ എലമെന്റ്സിന്റെ സം 3 + 3 + 3 is equal to 9. കാരണം ബാക്കിയുള്ള എല്ലാം 0 ആണ്. സോ ഇറ്റ് സം അല്ലെ, വിച്ച് ഇംപ്ലൈസ് സം is equal to 9. ഓൾ എലമെന്റ്സ് സം is equal to 9 തന്നിട്ടുണ്ട്. ഓൾ എലമെന്റ്സ് സം എന്ന് പറയുന്നത് നമുക്ക് 9 എന്ന് തന്നിട്ടുണ്ട്. സോ ദ പ്രോഡക്റ്റ് is equal to 0. അതിനകത്ത് പ്രത്യേകിച്ച് നമുക്ക് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല, പെട്ടെന്ന് നമുക്ക്. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ അതിനകത്ത് ആ പോയിന്റ് നമ്മൾ മനസ്സിലാക്കണം. ഇഫ് ദ സം ഓഫ് ഓൾ ദ elements of a 3/3 scalar matrix is 9. All the elements of a 3/3 scalar matrix is 9. If sum is 9, then the element is scalar matrix is 3 0 0 0 3 0 0 0 3. അത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. Okay, our correct answer is option A. See the next one. അടുത്ത നോക്കാം. If A is equal to matrix Aij be a 3/3 matrix, Aij be a 3/3 matrix, where Aij is equal to I minus 3j, then which of the following is false? തെറ്റായത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. Which of the following is false? ഉണ്ടോ? Which of the following is false? തെറ്റായത് ഏത്? അപ്പൊ തെറ്റായത് ഏത് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഓപ്ഷൻ വഴി ഇത് കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. കാരണം തന്നിരിക്കുന്നത് എലമെന്റ്സുകൾ എന്ന് പറഞ്ഞിരിക്കുന്നു. നോക്കാം, A11 less than 0, A12 plus A21 equal to -6, A13 greater than A31, അതുപോലെ തന്നെ A31 equal to 0. ഇങ്ങനെ ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ തന്നിരിക്കുന്ന എലമെന്റ് എന്ന് പറയുന്നത് Aij is equal to I minus 3j. Aij is equal to I minus 3j എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം A11 equal to iക്ക് 1 കൊടുക്കുക, jക്ക് 1 കൊടുക്കുക. സോ 1 minus 3 into 1. 1 minus 3 into 1. That is 1 minus 2. 1 minus 2. 1 minus 3 into 1. 1 minus 3 into 1, 1 minus 3. So this is equal to -2. -2. This is -2. This is less than 0. ഇത് ട്രൂ ആണ്. ട്രൂ ആണ്. ഓക്കെ, അടുത്ത് നോക്കാം. A12 plus A21. നോക്കാം. A12 plus A21 is equal to എന്ത് വരും നോക്കാം. A12 എന്ന് പറഞ്ഞാൽ നമുക്ക് 1ഉം 2ഉം കൊടുക്കുക അയക്കുന്നത്. ഇപ്പം 1 minus 3 into 2 plus A21. 2 minus 3 into 1. So this is equal to 1 minus 3 into 1 minus 6. 1 minus 6 is -5 plus then 2 minus 3. But 2 minus 3 is -1. That is -1. -5 plus -1 is -6. So this is true. ഇതും true ആണ്. Okay. Now again A13 greater than A31 എന്നാ പറഞ്ഞിരിക്കുന്നത്. നോക്കാം നമുക്ക് അത് കറക്റ്റ് ആണോ നോക്കാം. A13 greater than A31.
സോ ദിസ് ഈസ് ഈക്വൽ ടു A13 എന്ന് പറയുമ്പോൾ ഐക്ക് 1 കൊടുക്കുക, ജെയ്ക്ക് 3 കൊടുക്കുക. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു 1 - 3 × 3 ഈസ് ഗ്രേറ്റർ ദാൻ, അടുത്തത് എന്താണ്, A31 ആണ്. അപ്പൊ നമുക്ക് നോക്കി ഇതിനകത്ത് കൊടുക്കുമ്പോൾ I - A കൊടുക്കും 3 - 3 × 1. സോ ദിസ് ഈസ് ഈക്വൽ ടു 1 - 3 × 3. അപ്പൊ 1 - 9 is -8 is greater than 0. -8 is greater than 0. That is false. ഉണ്ടോ? false. അപ്പൊ ശരിക്കും പറഞ്ഞാൽ തെറ്റായ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഇനി A31 കറക്റ്റ് അല്ലേ നോക്കിക്കേ. A31 കറക്റ്റ് ആണ്, കാരണം നമ്മളിപ്പോ ഇവിടെ A31 ചെയ്തല്ലോ. A31 ചെയ്യുമ്പോഴത്തേക്ക് 3 - 3 എന്താണ്? 0. സോ അത് കറക്റ്റ് ആണ്, ട്രൂ ആണ്. ഓക്കെ, കറക്റ്റ് ഫോൾസ് ആയിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ കറക്റ്റ് ആൻസർ നമുക്ക് കിട്ടി. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If A is equal to matrix Aij is an identity matrix. Is an identity matrix. What do you mean identity? Identity എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം മെയിൻ ഡയഗണൽ എലമെന്റ്സ് എല്ലാം 1 ആയിരിക്കണം, ബാക്കി വരുന്ന എലമെന്റ്സ് എല്ലാം 0 ആയിരിക്കണം. അതിനാണല്ലോ നമ്മൾ ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത്. വിച്ച് ആർ ദ ഫോളോയിങ് ഈസ് ട്രൂ. അങ്ങനെയാണെങ്കിൽ എന്താണ് ഒരു ഐഡന്റിറ്റി മെട്രിക്സിനെ സംബന്ധിച്ച് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത് നോക്കാം. ഒരു ഐഡന്റിറ്റി മെട്രിക്സിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു മെയിൻ ഡയഗണൽ എലമെന്റ്സ് എപ്പോഴും 1 ആയിരിക്കണം. അതിന്റെ അർത്ഥം എന്താ? മെയിൻ ഡയഗണലിൽ വരുന്ന എലമെന്റ്സ് നമുക്കൊരു ജനറൽ മെട്രിക്സ് എടുത്ത് കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ, അത് നമ്മളിപ്പോ എക്സാമ്പിൾ ഒരു 3x3 മെട്രിക്സ് വെറുതെ എന്ന് എടുത്ത് നോക്കാം. A11, A12, A13 ഉണ്ടോ? അതുപോലെ തന്നെ A21, A22, A23, A31, A32, A33 കേട്ടോ. നമ്മൾ ഇങ്ങനെ ഒരു 3x3 മെട്രിക്സ് എടുത്ത് നോക്കി. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് മെയിൻ ഡയഗണൽ എലമെന്റ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? യൂണിറ്റി ആയിരിക്കണം. നല്ല ഐഡന്റിറ്റി എന്ന് പറഞ്ഞത്. അപ്പൊ മെയിൻ ഡയഗണൽ എന്ന് പറഞ്ഞ ഇതിന്റെ ഒരു പ്രത്യേകത കണ്ടോ? IJ എന്ന് പറയുന്നത് സെയിം ആ കണ്ടോ? IJ എന്ന് പറയുന്നത് ഇവിടെ സെയിം ആ. അപ്പൊ അവിടെ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഇതാണ്, AIJ is equal to 1 for all I equal to J. ഐയും ജെയും ഈക്വൽ ആയിട്ട് വരുന്നിടത്ത് AIJകൾ എപ്പോഴും 1 ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തൊരു കണ്ടീഷൻ നമുക്ക് നോക്കാൻ പറ്റുന്നത് ഇതുണ്ട്. ഇവിടെ ഐയും ജെയും ഈക്വൽ അല്ല ഉണ്ടോ? ഐയും ജെയും ഈക്വൽ അല്ലാതെ, ഐയും ജെയും ഇവിടെ ഈക്വൽ അല്ലാതെ വരുന്ന കേസ് എടുക്കാം. ഐയും ജെയും ഈക്വൽ അല്ലാതെ വരുന്ന കേസ് ഇത് വരുന്നുണ്ട്, ഇവിടെ വരുന്നുണ്ട്, ഇവിടെ വരുന്നുണ്ട് അല്ലെ? അപ്പൊ ഈ ഐയും ജെയും ഈക്വൽ അല്ലാതെ വരുന്ന കേസിൽ AIJ എന്ന് പറയുന്നത് 0 ആകണം. സോ ഫോർ ഓൾ I not equal to J. ഇതാണ് കണ്ടീഷൻ. AIJ is equal to 1 for all I equal to J വരണം. AIJ equal to 0 for all I not equal to J വരണം. അങ്ങനെ വന്നാലാണ് അതിനെ ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഐഡന്റിറ്റി മെട്രിക്സ് ഓഫ് തേർഡ് ഓർഡർ എങ്ങനെയായിരുന്നു? 1 0 0 0 1 0 0 0 1. ഞാനൊരു തേർഡ് ഓർഡർ എടുത്ത് കാണിച്ചെന്നുള്ളൂ കേട്ടോ. അപ്പം ഐയും ജെയും സെയിം വരുന്നിടത്തെല്ലാം 1ഉം അല്ലാത്തടത്തെല്ലാം 0 ആണ്. സോ ദിസ് ഇസ് a rule for an identity matrix. എന്താണ് ഐഡന്റിറ്റി മെട്രിക്സ് റൂൾ എന്ന് പറയുന്നത്? ഇവിടെ AIJ is equal to 0 for all I not equal to J. AIJ is equal to 0 for all I not equal to J. Then AIJ is equal to 1 for all I equal to J. So option D is the correct answer. Option D is the correct answer. Okay, അപ്പൊ അത് വളരെ വ്യക്തതയോടെ പഠിച്ചു നോക്കുക. See the next question. If A and B are skew symmetric matrices, very important, skew symmetric matrices, then AB plus BA is, ഇത് നമുക്ക് ഒബ്ജക്റ്റീവ് ആയിട്ടും സബ്ജക്റ്റീവ് ആയിട്ടും നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. Then we prove that if A and B are two skew symmetric matrices, we prove that AB plus BA is എന്താ നമ്മൾ പ്രൂവ് ചെയ്യണം. അത് സബ്ജക്റ്റീവ് ആയിട്ടും ചോദിക്കാം, ഒബ്ജക്റ്റീവ് ആയിട്ടും ചോദിക്കാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതും മനസ്സിലാക്കി വെക്കണം. ഇത് ഒബ്ജക്റ്റീവ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, സബ്ജക്റ്റീവ് ആയിട്ടും ചോദിച്ചിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ. അപ്പൊ ആ രീതിയിലാണ് നമ്മൾ അതിനെ കാണേണ്ടത്. A and B are two skew symmetric matrices. നമുക്കറിയാം ഒരു പ്രത്യേകതയുണ്ട്. സ്ക്യൂ സിമെട്രിക് മെട്രിക്സസ് ആണെങ്കിൽ എന്ത് പറയാൻ പറ്റും നമുക്ക്? A ട്രാൻസ്പോസ് is equal to -A ആയിരിക്കും, B ട്രാൻസ്പോസ് is equal to -B ആയിരിക്കും. അത് നമ്മുടെ റൂളാണ്. A and B are two skew symmetric matrices means that A transpose is equal to -A and B transpose is equal to -B. Then what is AB plus BA? Is option തന്നിട്ടുണ്ട്. സ്ക്യൂ സിമെട്രിക് ആണോ, സിമെട്രിക് ആണോ, നൾ മെട്രിക്സ് ആണോ, ഐഡന്റിറ്റി മെട്രിക്സ് ആണോ? അപ്പൊ നമുക്കറിയാം ഒരു മെട്രിക്സ് സിമെട്രിക് ആകുക എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് A ട്രാൻസ്പോസ് is equal to A ആയിരിക്കണം. ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുത്താൽ അത് തന്നെ ആയിരിക്കണം. ഇനി സ്ക്യൂ സിമെട്രിക് ആണെന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ്
ആ മെട്രിക്സ് എടുത്ത് അതിന്റെ ട്രാൻസ്പോസ് എടുത്താൽ -a ആവണം. അപ്പൊ ഇവിടെ നമുക്ക് AB + BA ആണ് എന്താണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ അതിന്റെ ട്രാൻസ്പോസ് അങ്ങ് എടുത്ത് കളയണം. AB + BA യുടെ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുമല്ലോ അത് സിമെട്രിക് ആണോ, സ്ക്യൂ സിമെട്രിക് ആണോ, ഇനി നൾ മെട്രിക്സ് ആണോ, ഐഡന്റിറ്റി മെട്രിക്സ് ആണോ ചെയ്തു വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് നോക്കിക്കളയാം. ആദ്യം തന്നെ നമുക്ക് AB + BA ദ ഹോൾ ട്രാൻസ്പോസ് എടുക്കുന്നു. ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു നമ്മളെ ട്രാൻസ്പോസിന്റെ പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട് അല്ലെ. ട്രാൻസ്പോസിന്റെ പ്രോപ്പർട്ടിക്കകത്ത് പ്രോഡക്റ്റ് വരുമ്പോൾ നമ്മൾ എങ്ങനെയാ പറയുന്നത്? AB ദ ഓൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ B ട്രാൻസ്പോസ് ഇൻറ്റു A ട്രാൻസ്പോസ് എന്നാണ് പഠിച്ചിരിക്കുന്നത് മെട്രിക്സിനകത്ത് അല്ലെ. AB ഓൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു B ട്രാൻസ്പോസ് ഇൻറ്റു A ട്രാൻസ്പോസ് ആണല്ലോ പഠിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ AB + BA ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ ഇത് കൈകാര്യം ചെയ്യാൻ പറ്റും നോക്കാം. നോക്കിക്കോ, AB the all transpose plus BA the all transpose. അതായത് നമുക്കറിയാം A + B the whole transpose എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ A ട്രാൻസ്പോസ് പ്ലസ് B ട്രാൻസ്പോസ് ആണ്. അതനുസരിച്ച് AB + BA the whole transpose എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ AB all transpose പ്ലസ് BA all transpose എന്നാണ്. ഇനി ട്രാൻസ്പോസിന്റെ പ്രോഡക്റ്റിന്റെ പ്രോപ്പർട്ടി അനുസരിച്ച് AB all transpose എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ B ട്രാൻസ്പോസ് ഇൻറ്റു A ട്രാൻസ്പോസ് എന്ന് പറയാം. പ്ലസ് BA ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ എങ്ങനെ എടുക്കാം? A ട്രാൻസ്പോസ് ഇൻറ്റു B ട്രാൻസ്പോസ് എന്ന് പറയാം. കണ്ടോ, A ട്രാൻസ്പോസ് ഇൻറ്റു B ട്രാൻസ്പോസ്. ഇനി B ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എന്ന് പറയുന്നത് -B. B ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു -B ഇൻറ്റു A ട്രാൻസ്പോസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -A ഉണ്ടോ, പ്ലസ് വീണ്ടും A ട്രാൻസ്പോസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -A ഇൻറ്റു B ട്രാൻസ്പോസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -B ഉണ്ടോ. അപ്പോൾ ഇവിടെ നമുക്കറിയാം മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും, ഇത് BA ആകും, പ്ലസ് ഇത് എന്താകും? മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് AB ആവും. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു BA + AB എന്ന് പറയുന്നതും AB + BA എന്ന് പറയുന്നതും സെയിം ആണ് അല്ലെ. BA + AB എന്ന് പറഞ്ഞാൽ AB + അപ്പൊ നോക്കിക്കേ, ഒരു മെട്രിക്സിന്റെ AB + BA യുടെ ട്രാൻസ്പോസ് എടുത്തപ്പോൾ അത് തന്നെ കിട്ടി, AB + BA എന്ന് തന്നെ കിട്ടി. AB + BA യുടെ ട്രാൻസ്പോസ് എടുത്തപ്പോൾ AB + BA എന്നത് കിട്ടി. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ അത് തന്നെ കിട്ടുവാണ്. അതിന് എന്താ പറയുന്നത്? സിമെട്രിക് മെട്രിക്സസ് എന്നാണ് പറയുന്നത്. സോ വി ഗെറ്റ് എ സിമെട്രിക് ഉണ്ടോ, വിച്ച് ഇംപ്ലൈസ് ദാറ്റ് സിമെട്രിക്. അപ്പൊ ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം. ഇത് സബ്ജക്റ്റീവ് ആയിട്ട് ചോദിച്ചാൽ ഇതുപോലെ പ്രൂവ് ചെയ്ത് കാണിക്കണം. ഒബ്ജക്റ്റീവ് ആയിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം A and B ആർ സിമെട്രിക് മെട്രിസസ് ആണെങ്കിലും സ്ക്യൂ സിമെട്രിക് മെട്രിസസ് ആണെങ്കിലും AB + BA ഈസ് ഓൾവേസ് സിമെട്രിക്. അത് ഓർത്ത് വെക്കണം. AB + BA is always symmetric. So its answer is option B. Okay. See the next one. അടുത്തതിലേക്ക് നമുക്ക് വരാം. If matrix x + y 2 5x into y is equal to 6 2 5 8 ഉണ്ടോ, 6 2 5 8, then the value of 24/x + 24/y ഉണ്ടോ. അപ്പൊ 24/x + 24/y ഈസ് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതും ഈ പറയുന്ന പോലെ ഈ ഒരു ഒബ്ജക്റ്റീവ് ആണ്. ഒബ്ജക്റ്റീവ് തിങ്കിങ്ങിൽ വന്നാൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ട് MCQ ആയിട്ട് വന്നാൽ ആ രീതി ചെയ്യാം, സബ്ജക്റ്റീവ് ആയിട്ട് വന്നാൽ ആ രീതിയിലും ഇത് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഇവിടെ നമുക്ക് നോക്കിക്കേ, x + y എന്ന് പറയുന്നത് x + y ഈസ് ഈക്വൽ ടു എന്ന് പറയുന്നത് 6 ഈക്വേറ്റ് ചെയ്യുക. ബട്ട് എക്സ് ഇൻറ്റു വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തിനോട് ഇക്വേറ്റ് ചെയ്യാം? 8 ഇക്വേറ്റ് ചെയ്യാം കണ്ടോ. അതായത് ഫസ്റ്റ് മെട്രിക്സ് സെക്കൻഡ് മെട്രിക്സ് ഈക്വൽ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് മെട്രിക്സിലെ ഫസ്റ്റ് എലമെന്റും സെക്കൻഡ് മെട്രിക്സിലെ ഫസ്റ്റ് എലമെന്റും നമ്മൾ ഇക്വേറ്റ് ചെയ്യാനാണ്. അതുപോലെ തന്നെ സെക്കൻഡ് റോയിനകത്ത് സെക്കൻഡ് എലമെന്റും അതുപോലെ സെക്കൻഡ് മെട്രിക്സിനകത്തെ സെക്കൻഡ് എലമെന്റും തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സിന്റെ വൈയുടെ വാല്യൂ കിട്ടും. ആ വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം? ഈ പറയുന്നതിനകത്ത് 24/x + 24/y സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട പോയിന്റ് ഇതാണ്. xy is equal to 8 ആണെങ്കിൽ തീർച്ചയായിട്ടും y എന്ന് പറഞ്ഞാൽ ഇവിടെ 8/x എന്ന് പറയാം കേട്ടോ. y is equal to 8/x. അപ്പൊ xy is equal to 8 ആണെങ്കിൽ y നെ നമുക്ക് 8/x എന്ന് തീർച്ചയായിട്ടും പറയാൻ പറ്റും. അവിടെ ഇത് ചെയ്ത് നോക്കിക്കേ. അപ്പൊ എക്സിന്റെ ഈ വൈയുടെ വാല്യൂ x + y in 1 ഇത് in 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമ്മൾ ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുക, ഇത് ഇക്വേഷൻ നമ്പർ 2 കൊടുക്കുക. അങ്ങനെയാണ് 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ എങ്ങനെ വരും? x + 8/x is equal to 6. then LCM എടുക്കുമ്പോൾ x into x x² + 8
ദ ഹോൾ ബൈ എക്സ് എന്ന് പറയുമ്പോൾ നമുക്കിനെ 6x എന്നിങ്ങനെ എഴുതാം. ഇതിനെ ഇപ്പുറത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 6x പ്ലസ് 8 ഈസ് ഈക്വൽ ടു 0. അപ്പൊ ഇവിടെ നമ്മളൊരു കാര്യം ചിന്തിക്കണം. പ്രോഡക്റ്റ് എടുക്കുമ്പോൾ പ്ലസ് 8ഉം സം എടുക്കുമ്പോൾ -6 പറഞ്ഞ 2 നമ്പേഴ്സ് കണ്ടുപിടിക്കുക. അതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. 2 വാല്യൂസ് എക്സിന് ഉണ്ടാവും എന്നുള്ള തീർച്ചയാണ്. അപ്പൊ നമുക്കറിയാം പ്രോഡക്റ്റ് എടുക്കുമ്പോൾ +8 വരണം, സം എടുക്കുമ്പോൾ -6 വരണം. അങ്ങനെ 2 നമ്പേഴ്സ് കണ്ടുപിടിക്കുക. അപ്പൊ 2 നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ വി സെലക്ടഡ് ആസ് -4 ആൻഡ് -2. -4 × -2 +8 ആണ്. -4 ഉം -2 കൂടെ ആഡ് ചെയ്യുമ്പോൾ -6 ആണ്. സോ ദ ഫാക്ടർ ഈസ് x-4 × എന്റെ ഫാക്ടർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എങ്ങനെ എടുക്കാൻ പറ്റും. x-4 × x-2 is equal to 0. x-4 × x-2 is equal to 0. Then x is equal to 4 or x is equal to 2. അപ്പൊ എക്സിന് 2 വാല്യൂസ് ഉള്ളത് കൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഇതിന്റെ y വാല്യൂസ് കണ്ടുപിടിക്കണം അല്ലെ. എക്സിന് 2 വാല്യൂസ് ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിന്റെ y വാല്യൂസ് നമുക്കൊന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇവിടെ എന്താ ശ്രദ്ധിക്കുക, x is equal to 4. ഇപ്പൊ x + y is equal to 6 അല്ലേ. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഇതുണ്ടല്ലോ, x × y is equal to 8 ആണ്. അപ്പൊ x is equal to 4 ആവുമ്പോൾ വൈയുടെ വാല്യൂ എന്ത് കിട്ടും നോക്കാം. 4y is equal to 8 ആണെങ്കിൽ വൈയുടെ വാല്യൂ 2 എന്ന് കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് തിങ് ഈസ് x is equal to 2 ആണെങ്കിൽ 2y is equal to 8 എന്ന് കിട്ടും. അപ്പൊ വൈയുടെ വാല്യൂ എന്ത് കിട്ടും, 4 എന്ന് കിട്ടും അല്ലെ. വൈയുടെ വാല്യൂ അപ്പം എക്സിന്റെ വാല്യൂ 4 ആകുമ്പോൾ വൈയുടെ വാല്യൂ 2 ആണ്. എക്സിന്റെ വാല്യൂ 2 ആകുമ്പോൾ വൈയുടെ വാല്യൂ 4 ആണ്. അപ്പൊ ഏത് കൊടുത്താലും നമുക്ക് ഇവിടെ ആൻസറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ 24/x ആണ് പ്ലസ് 24/y ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു, ശ്രദ്ധിച്ചോ, അപ്പൊ എക്സിന് 4 കൊടുത്താൽ 24/4 പ്ലസ് അപ്പൊ വൈക്ക് 2 കൊടുക്കണം, 24/2. So this is 24/4 is 6 plus 24/2 12. That is equal to 18 എന്ന് കിട്ടി. ഇനി നിങ്ങൾക്ക് തിരിച്ചും കൊടുത്ത് നോക്കാം. 24/x-ന് 2 കൊടുക്കുക പ്ലസ് വൈക്ക് 24y-ക്ക് 4 കൊടുക്കുക. So this is again equal to 12 plus 6 equal to 18. അപ്പൊ എങ്ങനെ എടുത്താലും നമുക്ക് കിട്ടുന്ന ആൻസർ 18 ആണ്. ക്ലിയർ? എങ്ങനെ എടുത്താലും കിട്ടുന്ന ആൻസർ 18 ആണ്. വളരെ ശ്രദ്ധിച്ച് ചെയ്താൽ മതി. അപ്പം ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോർ എനി സ്ക്വയർ മെട്രിക്സ് എ minus a transpose is always ഉണ്ടോ? a minus a transpose is always നെഗറ്റീവ് ആണ്. അപ്പൊ എ ഒരു സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ a minus a transpose is always എന്തായിരിക്കും എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം എനി സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ a minus a transpose ഇതിനകത്ത് തന്നിരിക്കുന്ന ഓപ്ഷൻ അനുസരിച്ച് ആൻ ഐഡന്റിറ്റി മെട്രിക്സ് ഉണ്ട്, നൾ മെട്രിക്സ് ഉണ്ട്, സ്ക്യൂ സിമെട്രിക് ഉണ്ട്, സിമെട്രിക് ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും a minus a transpose എന്ന് പറയുന്നത് സിമെട്രിക്കോ സ്ക്യൂ സിമെട്രിക്കോ ആണ് ആകേണ്ടത്. കാരണം ഫോർ എനി സ്ക്വയർ മെട്രിക്സ് എ ആണ്. അപ്പം നമുക്കറിയാം a minus a transpose എടുത്തു, അതിന്റെ ട്രാൻസ്പോസ് എടുക്കുക, ഓൾ ട്രാൻസ്പോസ് അങ്ങ് എടുത്ത് നോക്കുക. അപ്പൊ എങ്ങനെ കിട്ടി? a transpose മൈനസ് a transpose ദ ഓൾ ട്രാൻസ്പോസ് എന്ന് കിട്ടി. സോ ദിസ് ഈസ് ഈക്വൽ ടു a transpose മൈനസ് a transpose ഓൾ ട്രാൻസ്പോസ് എന്ന a ആണ്. കണ്ടോ, ഇതിനകത്ത് ഒരു മൈനസ് കോമൺ എടുക്കുവാൻ മൈനസ് ഓഫ് a മൈനസ് a ട്രാൻസ്പോസ് എന്ന് പറയാം. കണ്ടോ, അപ്പൊ ശരിക്കും പറഞ്ഞു നോക്കിക്കേ, a ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു മൈനസ് എ എന്നുള്ള രീതിയിലല്ലേ കിട്ടിയിരിക്കുന്നത്. അതായത് a മൈനസ് a ട്രാൻസ്പോസിന്റെ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് മൈനസ് ഓഫ് a മൈനസ് a ട്രാൻസ്പോസിനോട് ഈക്വൽ ആണ്. സോ വി ഗെറ്റ് നെഗറ്റീവ് വന്നിട്ടുണ്ട് അല്ലെ. a ട്രാൻസ്പോസ് നെഗറ്റീവ് ആണെങ്കിൽ തീർച്ചയായിട്ടും മൈനസ് എ ആണെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞത്, സ്ക്യൂ സിമെട്രിക് എന്ന ഒരു ഡൗട്ടും വേണ്ട. അതുപോലെ തന്നെ a പ്ലസ് a ട്രാൻസ്പോസ് എന്ന് പറയുന്നത് a ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു ആണ്, സിമെട്രിക് ആണ്. അപ്പം a പ്ലസ് a ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും സിമെട്രിക് ആയിരിക്കും. a മൈനസ് a ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും സ്ക്യൂ സിമെട്രിക് ആയിരിക്കും. സോ ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. അപ്പൊ ഓർക്കണം, ഇതൊന്ന് പ്രൂവ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്ത് കാണിക്കണം. a മൈനസ് a ട്രാൻസ്പോസ് ഓൾ ട്രാൻസ്പോസ് എടുക്കുക, അതിനകത്തുനിന്ന് a ട്രാൻസ്പോസ് മൈനസ് a ട്രാൻസ്പോസ് ദ ഓൾ ട്രാൻസ്പോസ് എടുക്കുക, ആൻഡ് ദെൻ ഫൈൻഡ് ദാറ്റ് a ട്രാൻസ്പോസ് മൈനസ് a ട്രാൻസ്പോസ് ഓൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു a ആണ്. അതിന് നമുക്ക് തിരിച്ച് മൈനസ് ഓഫ് വെളിയിൽ എടുക്കുകയാണെങ്കിൽ മൈനസ് ഓഫ് a മൈനസ് a ട്രാൻസ്പോസ് എന്ന് കിട്ടും. സോ വി ഗെറ്റ് a മൈനസ് a ട്രാൻസ്പോസ് ഓൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ മൈനസ് ഓഫ് a മൈനസ് a ട്രാൻസ്പോസ്, വിച്ച് ഇംപ്ലൈസ് ദാറ്റ് സ്ക്യൂ സിമെട്രിക്. ഉണ്ടോ, വിച്ച് ഇംപ്ലൈസ് ദാറ്റ് a മൈനസ് a ട്രാൻസ്പോസ് ഈസ് സ്ക്യൂ സിമെട്രിക്. സ്ക്യൂ സിമെട്രിക് എന്ന് പറയാം. കേട്ടോ, a മൈനസ് a ട്രാൻസ്പോസ് ഈസ് എന്തെന്ന് പറയാൻ പറ്റും, സ്ക്യൂ സിമെട്രിക് എന്ന് തീർച്ചയായിട്ടും പറയാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
if A is equal to matrix 1 3 2 0, find A square. If A is equal to matrix 1 3 2 0, find A square. What do you mean A square? A square എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മൾട്ടിപ്ലിക്കേഷന്റെ കേസസ് ആണ് വരുന്നത് അല്ലെ. മൾട്ടിപ്ലിക്കേഷനിലെ A square എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തെറ്റിപ്പോകരുത്. മിക്കവാറും പേര് പെട്ടെന്ന് A square എന്ന് കാണുമ്പോൾ ഈ തന്നിരിക്കുന്ന മെട്രിക്സിന്റെ ഓരോ എലമെന്റും എന്തെടുക്കും, ഓരോന്നിന്റെ സ്ക്വയർ എടുക്കും. അങ്ങനെ എടുക്കാൻ പാടില്ല. ആ A square എന്ന് പറഞ്ഞാൽ ആ മെട്രിക്സിനെ 2 times മൾട്ടിപ്ലൈ ചെയ്യാന്നുള്ളതാണ്. സോ വി ഗെറ്റ് A square is equal to matrix 1 3 2 0 into matrix 1 3 2 0. A square is equal to matrix 1 3 2 0 into 1 3 2 0. അപ്പോൾ നമുക്ക് നോക്കിക്കളയാം എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് നോക്കാം. 1 into 1 കണ്ടോ എങ്ങനെയാ മൾട്ടിപ്ലൈ ചെയ്യുന്നത്? ഈച്ച് റോ ഇസ് മൾട്ടിപ്ലൈഡ് ബൈ ഈച്ച് കോളം അല്ലെ. ഓരോ റോയും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഓരോ കോളമായിട്ടും മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. അതിന്റെ റൂൾ ഇതാണ്. മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് മെട്രിക്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് മെട്രിക്സിന്റെ കോളവും സെക്കൻഡ് മെട്രിക്സിന്റെ റോയും തമ്മിൽ ഈക്വൽ ആണെങ്കിൽ മാത്രമേ മെട്രിക്സ് suitable for multiplication, മൾട്ടിപ്ലിക്കേഷന് suitable ആകത്തുള്ളൂ. അപ്പൊ നമുക്ക് ഇത് നോക്കാം. 1 into 1 1 plus 3 into 2 6. Okay, and again 1 into 3 3 plus 3 into 0 0. Next row 2 into 1 2 plus 0 into 2 0. The next 2 into 3 6 plus 0 into 0 0. Okay, so we get check any check. നമുക്കൊന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കാം. 1 3 2 0 into 1 3 2 0. 1 into 1 1 plus 3 into 2 6, and again 1 into 3 3 plus 3 into 0 0. Then 2 into 1 2 plus 0 into 2 0, and again 2 into 3 6 plus 0 into 0 0. So we get the matrix is 7 3. 1 plus 6 7, 3 plus 0 3, 2 plus 0 2, and then 6 plus 0 6. So the answer is 7 3 2 6. But if A is equal to matrix 1 3 2 0, then find A square. Then we get 7 3 2 6 and 80. 7 3 2 6 and 80. See the next question. You express the matrix 2 minus 1 minus 4 minus 1 3 4 1 minus 2 minus 3 as the sum of a symmetric and a skew symmetric matrix. ഒരു മെട്രിക്സ് അതൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ബോർഡ് എക്സാമിന് പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യാൻ. ആസ് ദ സം ഓഫ് എ സിമെട്രിക് ആൻഡ് എ സ്ക്യൂ സിമെട്രിക്. അപ്പം എക്സ്പ്രസ് ദ മെട്രിക്സ് 2 minus 1 minus 4 minus 1 3 4 1 minus 2 minus 3 as the sum of a symmetric and a skew symmetric matrices. അപ്പൊ അതിന്റെ പ്രോസസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? തന്നിരിക്കുന്ന മെട്രിക്സിന് നമ്മൾ പേരുകൊണ്ട് എ എന്ന് കൊടുക്കുക, അതിന്റെ ട്രാൻസ്പോസ് എടുക്കുക, എ ട്രാൻസ്പോസ് എടുക്കുക, അതിനുശേഷം എ പ്ലസ് എ ട്രാൻസ്പോസ് ആഡ് ചെയ്യുക, ആൻഡ് ദെൻ അതിന്റെ ഹാഫ് എടുക്കുക, ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു സം ക്യൂ എന്ന് കൊടുക്കൂ. ഇനി അടുത്തത് നമ്മൾ എടുക്കുന്നത് എ മൈനസ് എ ട്രാൻസ്പോസ് കാണുന്നു, അതിന്റെ ഹാഫ് എടുക്കുന്നു, അതിന്റെ സം പി എന്ന് കൊടുക്കുക, എന്നിട്ട് അത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ വി ഗെറ്റ് എ. കണ്ടോ, കിട്ടുന്ന എന്ത് തന്നെ ആയിരിക്കണം, എ തന്നെ കിട്ടുവാണെങ്കിൽ, ഈ തന്നിരിക്കുന്ന ഗിവൻ മെട്രിക്സ് തന്നെ കിട്ടുവാണെങ്കിൽ ഇസ് ദ സം ഓഫ് എ സിമെട്രിക് ആൻഡ് അതർ ഇസ് എ സ്ക്യൂ സിമെട്രിക് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. നമുക്ക് നോക്കാം, പ്രോബ്ലം നോക്കാം. സി we put A is equal to, listen, A is equal to matrix 2 minus 1 minus 4 minus 1 3 4 1 minus 2 minus 3. Okay, then is transpose. A transpose is equal to, what do you mean the transpose? നമ്മൾ വീണ്ടും പറയുന്നു, ട്രാൻസ്പോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റർചേഞ്ചിങ് the rows and columns, കോളം റോയും തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യാം. ഇപ്പൊ ഇവിടെ നമുക്ക് കോളത്തെ റോ ആയിട്ട് ഇന്റർചേഞ്ച് ചെയ്യാം. 2 minus 1 1 2 minus 1 1, and again minus 1 3 minus 2, and again minus 4 4 minus 3 minus 4 4 minus 3. This is A transpose. Okay, അപ്പോൾ A is equal to this one and A transpose equal to this one. Okay, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നോക്കുക. As the sum of a symmetric and a skew symmetric, ആദ്യം നമുക്ക് A plus A transpose കണ്ടുപിടിക്കണം. ഓരോ സ്റ്റെപ്സും ഇമ്പോർട്ടന്റ് ആണ്. A plus A transpose, A plus A transpose പറഞ്ഞാൽ A എഴുതുക, 2 minus 1 minus 4 minus 1 3 4 1 minus 2 minus 3 plus
ട്രാൻസ്പോസ് 2 -1 1 -1 3 -2 -4 4 -3. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് രണ്ട് മെട്രിക്സ് തമ്മിൽ ആഡ് ചെയ്യുന്നു. കറസ്പോണ്ടിങ് എലമെന്റ്സ് തമ്മിൽ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇവിടെ നോക്കുക, ആഡ് ചെയ്യുമ്പോഴത്തേക്ക് 2 + 2 4 -1 + -1 -2 -4 + 1 -3 then again -1 + -1 that is -2 then 3 + 3 6 4 + -2 2 and then 1 + -4 -3 then -2 + 1 + -4 is -3 -2 + 4 is 2 so -3 + -3 -6. So this is A plus A transpose. Very important ആണ്. A plus A transpose നമ്മൾ കണ്ടുപിടിച്ചു. ഇനി we say that half into A plus A transpose. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് half into A plus A transpose കാണണം. So the next is half into A plus A transpose. So this is equal to half into matrix A plus A transpose. നമ്മളിപ്പോൾ കണ്ടു A plus A transpose 4 -2 -3 4 -2 -3 -3 -4 6 2 4 -2 -3 -2 6 2 -2 6 2 -2 6 2 -2 6 2 അടുത്തത് -3 2 -6 -3 -3 2 -6 -3 2 -6 okay half into 4 -2 -3 -2 6 2 -3 2 -6. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം, ഇതിന്റെ ഹാഫ് എടുക്കുക. ഈ സെറ്റ് ഹാഫ് എടുക്കുമ്പോൾ 4 into 1/2 2 then -2/2 -1 -3/2 -3/2 അടുത്തെടുക്കുമ്പോൾ -2/2 -1 then 6/-2 6/2 അല്ലെ 6/2 അപ്പം 1/2 into 6/2 6/2 എന്ന് പറയുമ്പോൾ 3 വരും 6/2 3 6/2 3 അടുത്ത 2/2 1 and again -3 divided by 1/2 -3/2 -3/2 then അടുത്തത് 2 1/2 എന്ന് പറയുമ്പോഴത്തേക്കും 1 കിട്ടും -6/2 എന്ന് പറയുമ്പോൾ -3 എന്ന് വരും. സോ സേ ദാറ്റ് P ഉണ്ടോ. അപ്പൊ ഇതിന് നമ്മൾ P എന്നെടുത്തു. ഹാഫ് ഇൻറ്റു A plus A transpose is equal to P എന്നെടുത്തു. ഇനി നമുക്ക് A minus A transpose കണ്ടുപിടിക്കണം. A minus A transpose is equal to matrix. What is A minus A transpose? A minus A transpose എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് വരും നോക്കാം. A minus A transpose 2 -1 -4 2 -1 -4 നമ്മൾ ചെയ്തിട്ടുണ്ട്. -1 3 4 -1 3 4 -1 3 4 then 1 -2 -3 1 -2 -3 minus ട്രാൻസ്പോസ് കൊടുക്കാം. 2 -1 1 ഇവിടെ നമുക്ക് എഴുതാൻ എളുപ്പമുണ്ട്. 2 -1 1 2 -1 1 -1 3 -2 -4 4 -3 ഓക്കെ. ദിസ് ഈസ് A minus A transpose. ഇനി ഇതിനെ സബ്സ്ട്രാക്ട് ചെയ്ത് A minus A transpose ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക. A minus A transpose ചെയ്യുമ്പോൾ നമുക്കറിയാം 2 -2 എന്ന് പറയുമ്പോൾ 0 ഉണ്ടോ. -1 -1 അപ്പൊ -1 + 1 എന്തായി പോയി. -1 -1 ആകുമ്പോൾ +1 0 then -4 -1 -4 -1 is -5 ഓക്കെ -5 എന്ന് കിട്ടി. -1 -5 is -5 എന്ന് കിട്ടി. ഓക്കെ. ഇനി അടുത്തത് നമുക്ക് വരുന്നത് -1 -1 0 3 -3 എന്ന് പറയുന്നത് 0 4 -2 എന്ന് പറയുന്നത് 6 ഓക്കെ 6 എന്ന് കിട്ടി. അടുത്തത് നമുക്ക് നോക്കാം 1 -4 1 -4 എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും 5 കിട്ടും അല്ലെ. 1 -4 is 5 ഓക്കെ 1 -4 is 5. അടുത്തത് 1 -2
-4 is -6. ശരിയല്ലേ? -3 -3 അപ്പൊ ഇത് 0 ആവും. ഓക്കെ, ഒന്നുകൂടെ നോക്കാം. 1 -4 is 5, -2 -4 is -6, 0. This is A minus A transpose. Then what is half into A minus A transpose? അടുത്ത സ്റ്റെപ്പ് നമുക്ക് വേണ്ടത് half into A minus A transpose is equal to half into A minus A transpose. നോക്കാം, നമ്മളിപ്പോ കണ്ടല്ലോ A minus A transpose 0 0 -5, 0 0 -5, 0 0 6, 0 0 6, 5 -6 0, 5 -6 0. So this is equal to ഇതിന്റെ ഹാഫ് എടുക്കുമ്പോഴത്തേക്ക് എന്താ വരുന്നത് നോക്കിക്കേ. ഇതിന്റെ ഹാഫ് എടുക്കുമ്പോൾ 0 0 -5/2, 0 0 6/2 3 വരും, 5/2 വരും, -6/2 എന്ന് പറഞ്ഞാൽ -3 വരും, 0. So this is, so we get Q. നമ്മൾ ഇതിന് Q എന്ന് കൊടുത്തു ഉണ്ടോ. ഇനി നമുക്ക് P യും Q യും കൂടെ ആഡ് ചെയ്യുക. P plus Q നോക്കാം എന്ത് വരുമെന്നത്. P plus Q, P plus Q is equal to, നോക്കിക്കോ, P plus Q. P എന്ന് പറഞ്ഞാൽ 2 -1 -3/2, 2 -1 -3/2, and again അടുത്ത നമുക്ക് നോക്കുമ്പോൾ -1 3 1 ട്ടോ, -1 3 1. അടുത്ത നോക്കിക്കേ, -3/2 1 -3, -3/2 1 -3, -3/2 1 -3. Okay, so plus P plus Q. Q means 0 0 -5/2, 0 0 3, 5/2 -3 0, 5/2 -3 0, 5/2 -3 0. So what is P plus Q? ഇത് ആഡ് ചെയ്ത് നോക്കാം. P plus Q ആഡ് ചെയ്ത് നോക്കാം. 2 plus 0 2, -1 0 -1, -3/2 plus -5/2 -8/2, that is -4, -1 plus 0 -1, 3 plus 0 3, 1 plus 3 4, then -3/2 plus 5/2. അപ്പം -3/2 plus 5/2 എന്ന് പറയുന്നത് നമുക്ക് 5 -3 2, 2/2, that is 1 വരും അല്ലേ. then 1 plus -3, 1 plus -3 is 1 plus -3 is -2, then -3 plus 0 -3. ഓക്കെ, നമുക്ക് A എന്ന മെട്രിക്സ് നോക്കാം. A എന്ന് പറയുന്ന മെട്രിക്സ് ഒന്ന് നോക്കാം ഉണ്ടോ. 2 -1 -4, -1 3 4, 1 -2 -3. അത് തന്നെയല്ലേ നമുക്ക് അവസാനം കിട്ടിയത് നോക്കിക്കേ. 2 -1 -4, -1 3 4, 1 -2 -3. So this is equal to A ഉണ്ടോ. ഇത് നമുക്ക് A എന്ന് കിട്ടി ഉണ്ടോ. This is equal to A. ഓർക്കുക, 2 -1 -4, 2 -1 -4, -1 3 4, 1 -2 -3, -1 3 4, 1 -2 -4. So we get A. അപ്പൊ അവിടെ നമുക്ക് A കിട്ടി. അപ്പൊ ഇവിടുന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു പോയിന്റ് ഇതാണ്. എന്താണ്? എവരി സ്ക്വയർ മെട്രിക്സ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ദി സം ഓഫ് എ സിമെട്രിക് മെട്രിക്സ് ആൻഡ് അതർ ഇസ് എ skew symmetric matrix. The symmetric part is called half into A plus A transpose, and the skew symmetric part is called half into A minus A transpose, and their sum is equal to the given matrix A. ഉണ്ടോ, അതിന്റെ സം എന്ന് പറയുന്നത് ആ തന്നിരിക്കുന്ന given matrix ആയിരിക്കും. വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഫോർ ബോർഡ് എക്സാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. See the next question. Matrix x plus y 2, 5 plus x 8 is equal to 5 2 6 8. Find x and y. ഉണ്ടോ, ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സിന്റെ വൈയുടെയും വാല്യൂ ആണ്. അപ്പൊ നമുക്കറിയാം മെട്രിക്സിന്റെ രണ്ട് ഈക്വൽ മെട്രിക്സസ് ആണെങ്കിൽ കറസ്പോണ്ടിങ് എലമെന്റ്സ് ഇക്വേറ്റ് ചെയ്തിട്ട് അല്ലെ, കറസ്പോണ്ടിങ് എലമെന്റ്സ് ഇക്വേറ്റ് ചെയ്തിട്ട് നമുക്ക് അവിടെ എക്സിന്റെ വൈയുടെയും വാല്യൂസ് കണ്ടുപിടിക്കാം. സോ ഈക്വൽ മെട്രിക്സസിന്റെ പ്രോപ്പർട്ടി ആണ് അവിടെ ഉപയോഗിക്കേണ്ടത് അല്ലെ. അപ്പൊ ഈ 2 മെട്രിക്സസ് ആർ ഈക്വൽ, then their corresponding elements are also equal. അതിന്റെ corresponding elements നമുക്ക് ഇക്വേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇവിടെ x plus y is equal to 5, x plus y is equal to 5 എന്നെടുക്കാം. അതുപോലെ തന്നെ 5 plus x is equal to 5 plus x is equal to 6 എന്നെടുക്കാം ഉണ്ടോ. അപ്പൊ ഫസ്റ്റ് മെട്രിക്സിന്റെ ഫസ്റ്റ് എലമെന്റും സെക്കൻഡ് മെട്രിക്സിന്റെ ഫസ്റ്റ് എലമെന്റ് തമ്മിൽ ഇക്വേറ്റ് ചെയ്തു. ദാറ്റ് ഈസ് x plus y is equal to 5 എന്നെടുത്തു. അതുപോലെ തന്നെ അതിനകത്തെ എന്ത് ചെയ്ത അടുത്തത് ഫസ്റ്റ് മെട്രിക്സിന്റെ ഫസ്റ്റ് എലമെന്റും സെക്കൻഡ് മെട്രിക്സിന്റെ ഫസ്റ്റ് എലമെന്റും തമ്മിൽ ഇക്വേറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ 5 plus x is equal to 6 ആണെങ്കിൽ നമുക്ക് ഇവിടെ x എന്ന് പറഞ്ഞാൽ എങ്ങനെ എടുക്കാം?
6 minus 5. 6 minus 5 is equal to 1. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എക്സിന് 1 കൊടുക്കുമ്പോൾ 1 plus y is equal to 5 ആണ്. അപ്പൊ y is equal to 5 minus 1. So this is equal to 4. അപ്പം എക്സിന്റെ വാല്യൂ 1 എന്നും കിട്ടി, വൈയുടെ വാല്യൂ 4 എന്നും കിട്ടി. അപ്പൊ ഇവിടെ ഓർക്കേണ്ടതാണ് 5 plus x is equal to 6. x is equal to 6 minus 5 is equal to 1. അപ്പൊ എക്സിന്റെ വാല്യൂ 1 ആയപ്പോൾ 1 plus y is equal to 5. 1 plus y is equal to 5. Then y equal to 5 minus 1. So that is 4. അപ്പം x is equal to 1, y is equal to 4. x is equal to 1, y is equal to 4. Are you clear? നമുക്ക് ക്ലിയർ ആക്കാൻ എളുപ്പമായിട്ടുള്ളൊരു, എല്ലാവർക്കും ക്ലിയർ ആയെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഓർക്കുക, ഈക്വൽ മെട്രിക്സിന്റെ രീതിയിൽ എക്സിന്റെ വൈയുടെ വാല്യൂസ് അല്ലെങ്കിൽ ABCD ഏത് വേണേലും ഒക്കെ കാണാൻ ചോദിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടിയിലുള്ള പ്രോബ്ലംസ് എപ്പോഴും എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ഉണ്ടാവുന്നതാണ്. ഓക്കെ, see the next problem. See, construct a 2x2 matrix. A is equal to matrix Aij, whose elements are given by Aij is equal to 2i minus j. Aij is equal to 2i minus j. Construct a 2x2 matrix. അപ്പോൾ ഒരു 2x2 matrix കൺസ്ട്രക്ട് ചെയ്യാം given the general matrix. എവിടുന്നാണ്? ജനറൽ മെട്രിക്സ് എന്ന് വേണം എപ്പോഴും കൺസ്ട്രക്ട് ചെയ്യാൻ. അപ്പോൾ ആ എലമെന്റ്സുകൾ എന്താണ് അവിടെ അതിന്റെ ജനറൽ ഫോം തന്നിട്ടുണ്ട്. Aij is equal to 2i minus j എന്നുള്ള ജനറൽ ഫോം തന്നിട്ടുണ്ട്. ഓക്കെ, we get the 2x2 general matrix. A is equal to matrix A11, A12, A21, A22. So this is the general matrix for Aij for 2x2 order. Now what is Aij? Aij is given as 2i minus j. Given as 2i minus j. Now we find that A11. We find that A11. ഉണ്ടോ? നമുക്ക് A11 കണ്ടുപിടിക്കണം. അപ്പൊ A11 കണ്ടുപിടിക്കുമ്പോൾ 2 into 1 minus 1. That is 2 minus 1 equal to 1. Then A12. A12 means 2 into 1 minus 2. So 2 minus 2. That is equal to 0. അടുത്തത് 21. A21. A21 means I2 J1. അപ്പൊ 2 into 2 minus 1. So 4 minus 1. This is equal to 3. Then next is A22. A22. 2 into 2 minus 2. So 4 minus 2. That is equal to 2. 4 minus 2. That is equal to 2. അപ്പൊ ഇവിടെ നമുക്ക് വരുന്ന മെട്രിക്സ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. A11 എന്ന് പറയുന്നത് 1 ആണ്. A12 എന്ന് പറയുന്നത് 0 ആണ്. A21 എന്ന് പറയുന്നത് 3 ആണ്. A22 എന്ന് പറയുന്നത് 2 ആണ്. So 1 0 3 2 the matrix ഉണ്ടോ? 1 0 3 2 the general matrix. അപ്പൊ construct a 2x2 matrix A is equal to matrix Aij whose elements are given by Aij is equal to 2i minus j. അപ്പൊ നമ്മൾ അതിനകത്ത് 2x2 matrix കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാൻ ബോർഡ് എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്നതാണ് ഒബ്ജക്റ്റീവ് ഓർ സബ്ജക്റ്റീവ്. അതായത് ഒബ്ജക്റ്റീവ് മീൻസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ അത് MCQ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരും. അതുപോലെ തന്നെ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആയിട്ടും വരാവുന്നതാണ്. അത് അനുസരിച്ച് പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ. See the next question. If A is equal to matrix minus 2 4 5 and B equal to 1 3 minus 6. 1 3 minus 6. This is minus 2 4 5. What is the order of AB? What is the order of AB? AB യുടെ ഓർഡർ എന്താണ്? അപ്പൊ AB യുടെ ഓർഡർ അറിയണം എന്നുണ്ടെങ്കിൽ A യുടെ ഓർഡറും B യുടെ ഓർഡറും നമ്മൾ അറിഞ്ഞിരിക്കണം. സോ A എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറയുന്നത് നമുക്കറിയാം. ഇതൊരു കോളം മെട്രിക്സ് ആണ്. ബട്ട് ഓൺലി 1 column is there. But each element are in row. That is the 3 rows are there. That means A യുടെ ഓർഡർ എന്ന് പറഞ്ഞാൽ 3/1 ആണ്. Then B എന്ന് പറയുന്ന മെട്രിക്സ് നോക്കിക്കേ, അതൊരു റോ മെട്രിക്സ് ആണ്. അതൊരു റോ മെട്രിക്സ് ആണ് അല്ലെ? അപ്പൊ അതൊരു റോ മെട്രിക്സ് ആയതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു റോയേ ഉള്ളൂ, ബാക്കി എത്ര വരുന്നുണ്ട്? 3 കോളം വരുന്നുണ്ട് അല്ലെ? അപ്പൊ അവിടെ നമുക്ക് എടുക്കുമ്പോൾ ഒരു റോയും 3 കോളവുമാണ്. സോ ദിസ് ഇസ് 1/3 കണ്ടോ? അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് മെട്രിക്സിന്റെ കോളവും സെക്കൻഡ് മെട്രിക്സിന്റെ റോയും തമ്മിൽ ഈക്വൽ ആയതുകൊണ്ട് കൺഫേം മൾട്ടിപ്ലിക്കേഷൻ അത് സൂട്ടബിൾ ആണ്. സോ വി ഗെറ്റ്സ് AB's ഓർഡർ ഇസ് ദിസ് വൺ. ഉണ്ടോ? ABയുടെ ഓർഡർ ഉണ്ട്. അപ്പൊ അവിടെ നമുക്ക് ABയുടെ ഓർഡർ എന്ന് പറയുന്നത് 3/3 എന്ന് പറയാം. ഉണ്ടോ? അപ്പൊ വാട്ട് ഈസ് AB's ഓർഡർ? 3/3. ഇപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ആയി. AB എന്ന് പറയുന്നത്
ഓർഡർ 3/3 ആണ്. അങ്ങനെയാണെങ്കിൽ വെരിഫൈ എ ബി ഓൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് എന്ന് വെരിഫൈ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ എ ബി ഓൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് നമ്മൾ വെരിഫൈ ചെയ്യണം. വി ഫൈൻഡ് ദാറ്റ് എ ബി കണ്ടോ. ആദ്യം നമുക്ക് എ ബി കണ്ടുപിടിക്കാം. എ ഇൻറ്റു ബി എന്ന് പറയുമ്പോൾ എ എന്ന് പറയുന്ന മെട്രിക്സ് -2 4 5, ബി എന്ന് പറയുന്ന മെട്രിക്സ് 1 3 -6. നമുക്കറിയാം ഈച്ച് റോ ഈസ് മൾട്ടിപ്ലൈഡ് ബൈ ഈച്ച് കോളം. ഇവിടെ ഒരു പ്രത്യേകത, ഓരോ റോയിലും ഓരോ എലമെന്റേ ഉള്ളൂ, ഓരോ കോളത്തിലും ഓരോ എലമെന്റേ ഉള്ളൂ. അപ്പം ഓരോ റോയിലെ ഓരോ എലമെന്റ് വെച്ച് എല്ലാത്തിനെയും നമ്മൾ ഓരോ കോളത്തെ മൾട്ടിപ്ലൈ ചെയ്യണം. സോ വി ഗെറ്റ് മെട്രിക്സ് -2 × 1 -2, -2 × 3 -6, -2 × -4 12, 4 × 1 4, 4 × 3 12, then 4 × -3 is -24. Okay, 4 × 1 4, 4 × 3 12, 4 × -6 -24, and again 5 × 1 5, 5 × 3 15, 5 × -6 -30. So this is A into B. ഇനി ഇതിന്റെ ട്രാൻസ്പോസ് നമുക്ക് എടുക്കണം, എന്നാലല്ലേ നമുക്ക് ഒരു സൈഡ് കിട്ടത്തുള്ളൂ. അപ്പം എ ബിയുടെ ട്രാൻസ്പോസ് നമുക്ക് നോക്കാം. എ ബി ഓൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു, ഇതിന്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോഴത്തേക്കും കോളത്തെ റോ ആക്കി, അപ്പം -2 4 5, -2 4 5, -6 12 15, -6 12 15, 12 -24 -8. This is AB transpose, equation number 1. ഓക്കെ, ഇനി നമുക്ക് ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കണം. ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്, അത് നമുക്ക് ഓൾറെഡി ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് എടുക്കുക. ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ നമുക്കറിയാം ബിയുടെ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ പറയാൻ പറ്റും ബി എന്ന വെക്ടർ മെട്രിക്സ് റോ മെട്രിക്സ്, അതിനെ കോളമാക്കി എഴുതണം. സോ ബി ട്രാൻസ്പോസ് മീൻസ് 1 3 -6, 1 3 -6 ഇൻറ്റു, ഇനി അടുത്ത് നോക്കിക്കേ എയുടെ ട്രാൻസ്പോസാ 1 3 -6 എഴുതി. എയുടെ ട്രാൻസ്പോസ് പറയുമ്പോൾ എ ഒരു റോ മെട്രിക്സാ, അല്ല കോളം മെട്രിക്സാ. അപ്പൊ -2 4 5 അല്ലേ, -2 4 5 എന്താക്കി എഴുതണം, അത് കോളമായിട്ട് അതിനെ റോ ആക്കണം. -2 4 5. ഇനി ഇവ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്നാ നോക്കാം നമുക്ക്. മെട്രിക്സ് 1 × -2 -2, 1 × 4 4, 1 × 5 5, 3 × -2 -6, 3 × 4 24, 3 × 5 15. So again -6 × -2 12, -6 × 4 -24, -6 × -30. So it will be equation number 2. ഇതിനെ equation number 2 എന്ന് എടുക്കുക. ഇനി 1 ഉം 2 ഉം കൂടെ ഒന്ന് നോക്കിക്കേ. 1 ഉം 2 ഉം കൂടെ നമുക്കൊന്ന് കമ്പയർ നോക്കാം. 1 -2 4 5, -6 12 15, 12 -24 -30. അത് തന്നെയല്ലേ വന്നിരിക്കുന്നത്. -2 4 5, -6 24 15, then -12 -24 -30 അല്ലെ, 12 15 ആണ്. അപ്പൊ ഇവിടെ 24 15 ആണ്. -6 12 15 നോക്കാം. -6 12 15 നോക്കാം. 4 × 3 ആണ്. -2 4 5 1 3, അപ്പൊ 4 × 3 ആണ്. അപ്പൊ ഇവിടെ എടുക്കുമ്പോൾ അതേപോലെ തന്നെ വരണമല്ലോ. ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് അല്ലേ. അപ്പൊ ബി ട്രാൻസ്പോസ് എടുക്കുമ്പോഴത്തേക്കും 1 3 -6 -2 4, അത് കറക്റ്റ് ആണ്. കാരണം 1 × -2, 1 × -2 -2, 1 × 4 4, 1 × 5 5, 3 × -2 -6, 3 × 4 12, 12 ആണ് വരുന്നത്. 3 × 4 12 എന്ന് വരും. ഓക്കെ, 12 15, 12 15, 12 -24, 12 -24 -30. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എന്താ പറയാ 1 is equal to 2 അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് 1 ഉം 2 ഉം ഈക്വൽ ആയിട്ട് കിട്ടി. 1 = 2, which implies that നമുക്ക് പറയാൻ പറ്റും AB all transpose is equal to, AB all transpose is equal to എങ്ങനെ എടുക്കാം, B transpose into A transpose. AB all transpose is equal to B transpose into A transpose എന്ന രീതിയിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ദ നെക്സ്റ്റ് വൺ, അടുത്ത ക്വസ്റ്റ്യൻ. If P of x is equal to x² - 8x - 1, find P of A where A is equal to this. This is a matrix polynomial. കണ്ടോ, ഇതൊരു മെട്രിക്സ് പോളിനോമിയൽ ആണ്.
ഇങ്ങനെ ഒരു മെട്രിക്സ് പോളിനോമിയൽ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സിന് പകരം എ എന്ന മെട്രിക്സ് കൊടുത്തുകൊണ്ട് അത് കാൽക്കുലേറ്റ് ചെയ്യുക. ഇതിനകത്ത് 1 എന്ന് തന്നിട്ടുണ്ടെങ്കിൽ വി ക്യാൻ ഗെറ്റ് ആൻ ഐഡന്റിറ്റി മെട്രിക്സ്. ആ 1 എന്തായിട്ട് മേക്കപ്പ് ചെയ്യണം? ഐഡന്റിറ്റി മെട്രിക്സ് ആയിട്ട് നമ്മൾ മേക്കപ്പ് ചെയ്യണം. ഈ തന്നിരിക്കുന്ന മെട്രിക്സ് എ ആയതുകൊണ്ട് അതിന്റെ ഓർഡർ 2/2 ആണ്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഈ തന്നിരിക്കുന്ന മെട്രിക്സിനെ ഇങ്ങനെ എഴുതാമല്ലോ. പി ഓഫ് എ is equal to തന്നിരിക്കുന്ന പോളിനോമിയലിനെ പി ഓഫ് എ, എക്സിന് പകരം എ കൊടുക്കുക. അപ്പൊ പി ഓഫ് എ കാണണമല്ലോ. അപ്പൊ പി ഓഫ് എ is equal to എ സ്ക്വയർ മൈനസ് 8a മൈനസ് ഐ മീൻസ് ഉണ്ടോ 1 മീൻസ് ഐ ഉണ്ടോ. എ സ്ക്വയർ മൈനസ് 8a മൈനസ് ഐ ആണ് ഇവിടെ ആക്ച്വലി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ എ നമുക്ക് തന്നിട്ടുമുണ്ട് അല്ലെ. അപ്പൊ നോക്കാം നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും നോക്കാം. ആദ്യം നമുക്ക് എ സ്ക്വയർ കണ്ടുപിടിക്കാം. എ സ്ക്വയർ means a into a ഉണ്ടോ. a square means a into a. a into a means നോക്കാം 1327 into 1327. a square എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ a into a ആണല്ലോ. അപ്പൊ 1327 into 1327. അപ്പൊ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എന്ത് കിട്ടും നമുക്ക് നോക്കാം. ലിസൺ, 1 into 1 1 plus 3 into 2 6 and again 1 into 3 3 plus 3 into 7 21. Okay, 1 into 1 1 plus 3 into 2 6 and again 1 into 3 3 plus 3 into 7 21. Next row, 2 into 1 2 plus 7 into 2 14, then 2 into 3 6 plus 7 into 7 49. Okay, so this is equal to matrix 1 plus 6 7, 21 plus 3 24, 14 plus 2 16, 49 plus 6 55, 49 okay 55. Now we connected this P of A കണ്ടോ. അതിനകത്തോട്ട് നമ്മൾ കണക്ട് ചെയ്യുക. P of A ക്കകത്ത് കൊടുക്കുമ്പോൾ നമുക്ക് എങ്ങനെ വരും നോക്കാം. a സ്ക്വയർ മൈനസ് 8a മൈനസ് ഐ അല്ലേ. അപ്പൊ ഇത് ചെയ്ത് വരുമ്പോൾ ഉണ്ടല്ലോ ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ എടുക്കാൻ നോക്കാം. a സ്ക്വയർ മെട്രിക്സ് 7 24 16 55 minus 8a. അപ്പം 8 into a, 8 വെച്ച് a എന്ന് പറയുന്ന മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുക. 8 is a scalar. അത് വെച്ച് എന്ന് പറഞ്ഞ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും 8 into 1 8, 8 into 3 24, 8 into 2 16, 8 into 7 56. So minus I means the second order matrix given that the I is 1 0 0 1 1 0 0 1 ഉണ്ട്. അപ്പൊ അതിന്റെ 1 0 0 1 എന്നുള്ളതാണ് I എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം എന്ത് പറ്റും എന്നുള്ളത്. So this is equal to matrix 7 minus 8 is minus 1 minus 1 minus 1 is minus 2, 24 minus 24 is 0 0 minus 0 is again 0, 16 minus 16 0 minus 0 ഉണ്ടോ. 16 minus 16 0 minus 0 0 and again 55 minus 56 minus 1 minus 1 minus 1 is minus 2. Okay, so this is equal to actually minus 2 0 0 minus 2 നമുക്കൊരു minus 2 വേണ കോമൺ എടുക്കാം അല്ലേ. minus 2 കോമൺ എടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ് minus 2 into 1 0 0 1 എന്ന് എഴുതാം. so this is equal to minus 2i എന്ന് വേണേ കൊടുക്കാം. minus 2i കണ്ടോ. minus 2 into 1 0 0 1 1 0 0 1 is an identity matrix ആണ് i. അപ്പൊ minus 2 i എന്ന് വേണമെങ്കിൽ അതിനെ പറയാൻ പറ്റും. അല്ലെങ്കിൽ ഇത്ര എഴുതിയാലും മതി. minus 2 0 0 minus 2 എന്ന് എഴുതിയാലും മാർക്ക് കിട്ടും. സോ നമ്മളൊരു കണക്ഷൻ ആയിട്ട് എഴുതുമ്പോൾ minus 2i. ഇപ്പൊ നിങ്ങളോട് ഒരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റൻ ആണ്, അതിനകത്തൊരു MCQ ആണ് ചോദിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് ഓപ്ഷൻ വരാം അല്ലെ. a സ്ക്വയർ മൈനസ് 8a മൈനസ് ഐ ഈസ് ഈക്വൽ ടു വാട്ട്. അത് ഈസ് എന്ന് പറഞ്ഞിട്ട് i minus 2i minus 3i minus 4i ഇങ്ങനെ രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ വി ഗെറ്റ് minus 2 തന്നെ കണ്ടോ. അപ്പൊ ആ സബ്ജക്റ്റീവ് നമുക്ക് ഒബ്ജക്റ്റീവിലോട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പൊ ഒരു സബ്ജക്റ്റീവ് പ്രോബ്ലം നന്നായിട്ട് പഠിച്ചാൽ ഈസി ആയിട്ട് നമുക്ക് MCQs ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ബോർഡ് എക്സാമിൽ നിങ്ങൾക്ക് വളരെ ഗുണം ചെയ്യും. ഓക്കെ, സി ദ നെക്സ്റ്റ് വൺ. അടുത്ത പ്രോബ്ലത്തിലേക്ക് നമുക്ക് വരാം. If A is equal to matrix cos theta sin theta minus sin theta cos theta, then we prove that A square is equal to cos 2 theta sin 2 theta minus sin 2 theta cos 2 theta നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പൊ നമുക്ക് ആദ്യം A സ്ക്വയർ കണ്ടുപിടിക്കാം. A സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ A into A എന്നാണ്. സോ
A square means cos theta sin theta minus sin theta cos theta into cos theta sin theta minus sin theta cos theta. ഓക്കെ, ഈ റോയും കോളം മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമ്മൾ ഇതിനകത്ത് എ സ്ക്വയർ എന്ന് മറ്റേ നമ്മൾ നേരത്തെ കണ്ടത് ന്യൂമറിക്കൽ ആയിട്ടുള്ള നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ്. ഒരു ട്രിഗ്നോമെട്രിക് മെട്രിക്സ് തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റീസിലേക്ക് തന്നെ കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇവിടെ കോസ് തീറ്റ അപ്പൊ നോക്കിക്കേ, കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ കോസ് സ്ക്വയർ തീറ്റ, സൈൻ തീറ്റ ഇൻറ്റു മൈനസ് സൈൻ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ഉണ്ടോ. ആൻഡ് അഗൈൻ കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ കോസ് തീറ്റ ഓർ കോസ് തീറ്റ സൈൻ തീറ്റ കോസ് തീറ്റ, സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് അഗൈൻ സൈൻ തീറ്റ കോസ് തീറ്റ. ഇനി അടുത്തത് നമുക്ക് നോക്കാം, മൈനസ് സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ minus sin theta cos theta and again cos theta into minus sin theta cos theta, then minus sin theta into sin theta minus sin square theta, cos theta into cos theta plus cos square theta. അപ്പോൾ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം, cos square theta minus sin square theta എന്ന് എഴുതി ഉണ്ടോ, cos square theta minus sin square theta. ഇനി ഇവിടെ ഓരോ കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുവേ. this is equal to, ഇവിടെ ഇത് കണ്ടോ, cos square theta minus sin square theta എന്തിന്റെ ഫോർമുലയാ, cos 2 theta ഫോർമുലയാണ്, cos 2 theta കണ്ടോ. ഇവിടെ കണ്ടോ, sin theta cos theta plus sin theta cos theta, 2 sin theta cos theta അല്ലേ വരുന്നേ, 2 sin theta cos theta, sin theta cos theta plus sin theta cos theta എന്ന് പറഞ്ഞാൽ 2 sin theta cos theta. അതേപോലെ തന്നെ ഇവിടെ minus sin theta cos theta minus sin theta cos theta minus 2 sin theta cos theta. ഇവിടെ ഉണ്ടോ, cos square theta minus sin square theta cos 2 theta. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു ഉണ്ടോ, മെട്രിക്സ് നമുക്ക് ഇവിടെ പറയാൻ പറ്റും cos 2 theta 2 sin theta cos theta sin 2 theta minus 2 sin theta cos theta minus sin 2 theta then cos 2 theta ഉണ്ടോ. നമുക്ക് ശരിക്കും പ്രൂവ് ചെയ്യേണ്ട റിസൾട്ട് കിട്ടിക്കഴിഞ്ഞു ഉണ്ടോ. അതായത് 2 sin theta cos theta sin 2 theta ഫോർമുലയാണ്, അതുപോലെ തന്നെ minus 2 sin theta cos theta minus sin 2 theta ഫോർമുലയാണ്. അപ്പൊ ഡയറക്ട്ലി നമുക്ക് അവിടെ സോൾവ് ചെയ്യാനായിട്ട് പറ്റി, പ്രൂവ് ദാറ്റ്. ഓക്കെ, സി ദ നെക്സ്റ്റ് പ്രോബ്ലം. അടുത്ത പ്രോബ്ലത്തിലേക്ക് നമുക്ക് വരാം. കൺസിഡർ ദ മെട്രിക്സസ് A is equal to matrix 1 minus 2 minus 1 3 and B equal to matrix A B C D. If A into B equal to 2 9 5 6, find the values of A B C D, A B C and D. അപ്പോൾ നോക്കി, A into B തന്നിട്ടുണ്ട്, A in B തന്നിട്ടുണ്ട്. സോ B ഗെറ്റ് നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റുമല്ലോ, A into B is equal to matrix A is what, A എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 minus 2 minus 1 3 into B എന്ന് പറഞ്ഞ മെട്രിക്സ് എന്താണ്, A B C D. ഇനി അവയുടെ പ്രോഡക്റ്റ് എന്താണ് തന്നിട്ടുണ്ട്, മെട്രിക്സ് 2 9 5 6 എന്ന് തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് A B C ആൻഡ് D. അപ്പൊ ഇവിടെ ഇത് ചെയ്തു വരുമ്പോൾ നമുക്ക് റോയും കോളം മൾട്ടിപ്ലൈ ചെയ്ത് കറക്റ്റ് ചെയ്യാം. 1 into A എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ A minus 2 into C minus 2C is equal to ഇതിലത്തെ ഫസ്റ്റ് എലമെന്റ് 2നോട് ഇക്വേറ്റ് ചെയ്യാം. അടുത്തത് 1 into B minus 2 into D minus 2D is equal to റോയിലെ സെക്കൻഡ് എലമെന്റിനോട് ഇക്വേറ്റ് ചെയ്യാം 9. ശരിയല്ലേ? ഇത് ഈ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ഈ എലമെന്റിനോട് 2നോട് ഇക്വേറ്റ് ചെയ്യാം. ഫസ്റ്റ് റോയിലെ സെക്കൻഡ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9നോട് ഇക്വേറ്റ് ചെയ്യാം. അടുത്തത് -1 into A minus A 3 into C, അപ്പൊ plus 3C is equal to എന്ന് പറയുന്നത് ഈ 5നോട് ഇക്വേറ്റ് ചെയ്യാം. then -1 into B minus B 3 into D plus 3D അതെന്ന് പറയുന്നത് 6നോടും ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ ഇവിടെ 4 ഇക്വേഷൻസ് കിട്ടി. ഈ 4 ഇക്വേഷൻ തമ്മിൽ സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എയും ബിയും സിയും ഡി തീർച്ചയായിട്ടും കിട്ടും. അപ്പൊ ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്നും ഇക്വേഷൻ നമ്പർ 2 എന്നും ഇതിന് ഇക്വേഷൻ നമ്പർ 3 എന്നും ഇതിന് ഇക്വേഷൻ നമ്പർ 4 എന്നും കൊടുക്കുക. ആദ്യം ഇത് തമ്മിൽ സോൾവ് ചെയ്യാം. സോൾവ് ചെയ്തെന്ന് പറഞ്ഞാൽ ഈ 1ഉം 2ഉം കൂടെ അങ്ങ് ആഡ് ചെയ്യുവാണ് നമുക്ക് എളുപ്പമുണ്ട്. പ്ലസ് എ മൈനസ് എ ക്യാൻസൽ ആയി പോക്കോളൂ, ഇത് 0 ആയി പോകും. ഇനി -2C plus 3C എന്ന് പറയുമ്പോൾ അവിടെ C ആ കിട്ടുന്നത് ഉണ്ടോ. 3C -2C C തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 7 കിട്ടും. സിയുടെ വാല്യൂ 7 കിട്ടി. ഇനി ഇവിടെ B -2D -B plus 3D ആണ്. ഇത് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് B - B 0 ആയി പോകും. -2D 3D പോകുമ്പോൾ D ആണ്.
ഈസ് ഈക്വൽ ടു 9 + 6 15. അപ്പം ഡിയുടെ വാല്യൂ 15 എന്ന് കിട്ടി. അപ്പൊ സിയും കിട്ടി ഡിയും കിട്ടി. അങ്ങനെയാണ് ആദ്യത്തെ ഇക്വേഷൻ ഇതല്ലേ, ഇൻ വണ്ണില് a - 2c = 2 ആണ്. അതിനകത്ത് സിയുടെ വാല്യൂ കിട്ടി. അപ്പം a - 2 × 7 = 2. അപ്പം a - 14 = 2. then a is equal to 2 + 14 = 16. ഉണ്ടോ? എയുടെ വാല്യൂ നമുക്ക് 16 എന്ന് കിട്ടി. ഇനി അടുത്തത് നമുക്ക് കിട്ടേണ്ടത് ബിയുടെ വാല്യൂ. അത് b - 2d, അതായത് ഇൻ 3 ഉണ്ടോ? ഇൻ 3 implies that മൈനസ് ബി എന്ന് പറഞ്ഞാൽ b - 2d. അപ്പൊ b - 2 × ഡിക്ക് പകരം ഇവിടെ 15 ആണ്, is equal to 9 ആണ്, is equal to 9. അപ്പൊ സോ b - 30 is 15 2 30, 9. അപ്പൊ b = 30 + 9 ഉണ്ടോ? 9 + 30, സോ 39 ഉണ്ടോ? അപ്പൊ നമുക്ക് എയും കിട്ടി, ബിയും കിട്ടി, സിയും കിട്ടി, ഡിയും കിട്ടി. സോ a is equal to എന്ത് കിട്ടി? എയുടെ വാല്യൂ എന്ന് പറയുന്നത് 16 ഉണ്ടോ? b is equal to 39, c is equal to 7 and d is equal to 15. That is the answer. ഉണ്ടോ? അപ്പൊ ഇങ്ങനെ ഒരു മെട്രിക്സ് രണ്ടെണ്ണം തന്നിട്ട് അവയുടെ പ്രോഡക്റ്റ് തന്നിട്ട് കണ്ടോ, അവിടെ നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്തു. അപ്പൊ ആ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇക്വേഷൻസ് ഫോം ചെയ്തിട്ട് അതിൽ നിന്ന് എയും ബി സിയും കണ്ടുപിടിച്ച് ആ മെട്രിക്സ് തിരിച്ച് നമ്മൾ ഫോം ചെയ്തു. സോ വാട്ട് ഈസ് ദ മെട്രിക്സ്? ആ ബി എന്ന് പറയുന്ന മെട്രിക്സ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചോദിക്കാൻ ക്വസ്റ്റ്യൻ കേട്ടോ. അങ്ങനെ ബി എന്ന് പറയുന്ന മെട്രിക്സ് ചോദിക്കുകയാണെങ്കിൽ ബി is equal to നമുക്ക് മെട്രിക്സ് ആയിട്ട് എന്ത് എഴുതാം? 16, 39, 7, 15 ഉണ്ടോ? അങ്ങനെ എഴുതി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ശരിക്കും നമ്മൾ ശ്രദ്ധിക്കുക, ബോർഡ് എക്സാമിന് ഇതായിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ നല്ല രീതിയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ മെട്രിക്സിന്റെ പാർട്ട് 1 നിങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻസ് കണ്ടു, ദെൻ പാർട്ട് 2 നമ്മൾ ബാക്കി ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. നന്നായിട്ട് ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാനുള്ള എല്ലാ ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട്. ഇത് തന്നെ ഒന്ന് പാർട്ട് 1 പാർട്ട് 2 നന്നായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഷുവർ ആയിട്ടും മെട്രിക്സിലെ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. താങ്ക് യു.